ഞങ്ങൾ പരീക്ഷണാർത്ഥത്തിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗ്രേപ്പ് കനോപ്പി ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ബണ്ണിങ്സിൽ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, കൗൺസിലിൻ്റെ പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കനോപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങളങ്ങനെ ബണ്ണിങ്സിലാണ് ഉള്ളത്. നമ്മുടെ ഹാൻഡിമാൻ ചേട്ടനും കൂടെ ഉണ്ട്. നല്ല മഴയാണ്, പക്ഷേ എങ്കിലും ഞങ്ങൾ ഇത് എന്താ പറയുന്നത്, ഹാൻഡിമാൻ ചേട്ടനും ഉണ്ട് കൂടെ. ജിനോ ചേട്ടന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും. ആ സമയത്ത് കാണാൻ പറ്റിയില്ല, ഇനി വരുമ്പോൾ എന്തായാലും നമുക്ക് കാണാം. എന്തായാലും പുതിയ ചാനലിന് ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ പരീക്ഷണാർത്ഥത്തിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഒരു ഗ്രേപ്പ് കനോപ്പി ഇവിടെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യത്തെ വീഡിയോയ്ക്ക് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ യൂട്യൂബർ സുജിത് ഭക്തൻ ഞങ്ങളുടെ കൂടെ കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം നിലവിൽ മെൽബണിലുണ്ട്. ഞങ്ങളുടെ കൂടെ ഇന്ന് ഇതിനു വേണ്ടി കൂടാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം പുള്ളിക്ക് ഭയങ്കരമായിട്ട് മേലാത്തതുകൊണ്ട് പുള്ളിക്ക് കൂടാൻ പറ്റിയില്ല. ഞാനിവിടെ മുറി തന്നെ ഇരിക്കുക, വേറെ എവിടെ പോയിട്ടില്ല. അത് വെള്ളം കുടിച്ച് മരുന്ന് ഒഴിച്ച് മരുന്നും കഴിച്ച് ഇങ്ങനെ ഇവിടെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. കള്ളം പറയുമൊന്നുമല്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അപ്പം സുജിത്ത് വരാതെയാണെന്നുണ്ടെങ്കിലും ആ പ്ലാൻ നമ്മൾ ഒഴിവാക്കാതെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു 3 ഗ്രേപ്പ് ട്രീസ് ഇവിടെ വെച്ചു. ആ ഗ്രേപ്പ് ട്രീസ് ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും കൂടുതൽ നല്ലതായിട്ട് വളർന്നു. അതിനകത്തുനിന്ന് നല്ലതായിട്ട് ഫ്രൂട്ട്സ് വന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതിനൊരു കനോപ്പി പണിയുക, എന്നിട്ട് നല്ലതായിട്ട് അടുത്ത വർഷത്തേക്ക് നല്ലതായിട്ട് കൂടുതൽ കായ്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വളർത്തുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പം ഞങ്ങൾ തന്നെ ഇത് ചെയ്യുവാണ്. ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡിമാൻ വരുന്നുണ്ട്. ബണ്ണിങ്സിൽ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, കൗൺസിലിൻ്റെ പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കനോപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടറിൽ കാണുന്നത് പോലെ 3 പില്ലറുകൾ വെക്കുക, അതിന് മുകളിൽ ക്രോസ് ആയിട്ട് 3 പീസുകൾ വെക്കുക, പിന്നെ എൽ ഷേപ്പിൽ അതിനെ ആക്കിയെടുക്കുക. അപ്പം 2.4 മീറ്റർ നീളത്തിൽ വരണം. മുകളിൽ 1.6 വെച്ചിട്ട് മൊത്തത്തിൽ 11 മീറ്റർ എടുത്ത് ലെങ്ത് വരുന്നുണ്ട്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.8 മീറ്ററാണ്. അപ്പം ബണ്ണിങ്സിൽ സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ പോയി സാധനങ്ങൾ കളക്ട് ചെയ്യും. ഹാൻഡിമാൻ വരുമ്പോൾ എന്തൊക്കെയാണോ അതിന് ഫിറ്റിങ്സ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 3 മണിക്കൂർ കൊണ്ടാണ് ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത സ്റ്റേജായിട്ട് ഞങ്ങൾ കാറ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കിയ കാർണിവലിൻ്റെ ബൈക്കിൽ സീറ്റുകളെല്ലാം മടക്കി വെച്ചു. നമ്മുടെ വുഡ്സ് ബണ്ണിങ്സിൽ നിന്ന് മേടിക്കുന്നത് ഈ കാറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പം ഞങ്ങൾ ഹാൻഡിമാൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒരു 15 മിനിറ്റിനകം പുള്ളി വരും. വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കിയ കാർണിവൽ അവിടെ ബണ്ണിങ്സിൽ പോയി സാധനങ്ങൾ മേടിച്ച് കിയ കാർണിവലിലേക്ക് കയറ്റും. ഞങ്ങളങ്ങനെ ബണ്ണിങ്സിലാണുള്ളത്. നമ്മുടെ ഹാൻഡിമാൻ ചേട്ടനും കൂടെയുണ്ട്. പുള്ളിക്കാരന് ആവശ്യമുള്ള പോസ്റ്റും അതിന് ക്രോസ് വെക്കേണ്ട തടികളുമൊക്കെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുന്നത്, ഇതിനാവശ്യമായിട്ടുള്ള മൊത്തം വുഡ് മേടിച്ച് നമ്മൾ കിയ കാർണിവലിൻ്റെ പുറകിൽ കയറ്റി എന്നാ പറയുന്നത്, നമ്മുടെ ഹാൻഡിമാൻ ചേട്ടൻ പുള്ളിക്കാരന് ആവശ്യത്തിലുള്ള ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ തടിയുമായിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു തടിയൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പോസ്റ്റ് കുഴിച്ചിടണം. അതിനാദ്യമേ നമുക്ക് ടേപ്പ് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കണം. അത് കഴിയുമ്പോൾ നമ്മളവിടെ കുഴിയെടുത്ത് കോൺക്രീറ്റ് ഇട്ട് പോസ്റ്റ് നാട്ടും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഞങ്ങൾ 3ാമത്തെ ദിവസം പള്ളിയിലൊക്കെ പോയി, ഞായറാഴ്ചയാണ്. ചെയ്തെടുത്തോളം ഭാഗത്തിന് ഞങ്ങൾ ഗ്രേ കളർ പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നും ഉച്ചയ്ക്ക് ശേഷം ബാക്കി പണികൾ ഫൈനലൈസ് ചെയ്യാൻ, ഇന്നതോടുകൂടി മൊത്തം തീർക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ചെയ്തെടുത്തോളം ഇതിന് ഞങ്ങൾ പെയിൻ്റ് അടിക്കുകയാണ്. നല്ല മഴയാണ്, പക്ഷേ എങ്കിലും ഞങ്ങൾ ഇത് എന്നാ പറയുന്നത്, ഹാൻഡിമാൻ ചേട്ടനും ഉണ്ട് കൂടെ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് പറ്റുന്നിടത്തോളം ഇതൊന്ന് തീർക്കും. പെയിൻ്റ് അടി പകുതിയായിട്ട് നിൽക്കുന്നു. വർക്കുകൾ നല്ലതായിട്ട് നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുന്തിരീനെ എൻ്റെ മുകളിൽ കൂടെ കയറ്റി വിടാൻ. ഞങ്ങൾ ഇതിനൊരു ബ്രൗൺ കളർ പെയിൻ്റ് അടിച്ചു. പിന്നെ പോയിട്ട് മുന്തിരി വള്ളികളെല്ലാം ഇങ്ങനെ അതിനകത്തൂടെ കയറി. ഇടയ്ക്ക് കനോപ്പി കണ്ട 1-2 പേര് പറഞ്ഞു ഇതിൻ്റെ കളറ് ഒരു രസമില്ല, ബ്രൗണ്. അതുകൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ സമയം കിട്ടിയപ്പോഴത്തേക്ക് അതിന് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു. ഇപ്പം കനോപ്പി മൊത്തം വൈറ്റ് കളറിലാണ്.